നിയമന ഉത്തരവ് നൽകിയിട്ടും കാസർഗോഡ് ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ ജോലിയിൽ പ്രവേശിക്കാതെ ഡോക്ടേഴ്സ്. PSC വഴി നിയമനം നൽകിയ 42 പേരിൽ ജോലിക്കെത്തിയത് വെറും 2 ആളുകൾ. ജില്ലയിലെ സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനം കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ആർക്കും കാസർഗോഡ് ജോലി ചെയ്യാൻ താല്പര്യമില്ല. ജോലി കിട്ടുന്നതുവരെ എവിടെ വേണമെങ്കിലും പോകുമെന്ന് പറയും. എന്നാൽ കാസർഗോഡാണ് നിയമനമെങ്കിൽ പോകാതെ എങ്ങനെ നോക്കാം? തിരുവനന്തപുരത്ത് മന്ത്രിമാരെ കാണാനുള്ള തിരക്കിലായിരിക്കും ഈ ഡോക്ടേഴ്സൊക്കെ. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയായ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇപ്പോൾ ഉച്ചയ്ക്ക് സമയം 2:30. ഈ സമയത്ത് ഇവിടെ ചികിത്സ തേടിയെത്തുന്ന രോഗികൾക്ക് ലഭിക്കുന്ന മറുപടി എന്താണെന്ന് നമുക്ക് നോക്കാം. OP ഡോക്ടറുണ്ടോ? പനി, ജലദോഷം, എമർജൻസി മാത്രമേ ഉള്ളൂ. ഉച്ചയ്ക്ക് ശേഷം ഇല്ല. കാഷ്വാലിറ്റി ഡോക്ടർ ഉണ്ട്, അത് സീരിയസ് ആയത് മാത്രമേ നോക്കുന്നുള്ളൂ. ഡോക്ടറില്ല. ഉച്ചയ്ക്ക് ശേഷം OP ചികിത്സ ലഭ്യമല്ലാത്ത ജനറൽ ആശുപത്രി ഈ നാടിന്റെ ദയനീയതയുടെ ഉദാഹരണമാണ്. ജില്ലയിലെ സർക്കാർ ആശുപത്രികൾ സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. ആശുപത്രികളുടെ പ്രവർത്തനം നിലനിർത്താൻ പോലും ആവശ്യത്തിന് ജീവനക്കാരില്ല. 71 ഡോക്ടേഴ്സ് ഉൾപ്പെടെ 265 കസേരകൾ ആരോഗ്യവകുപ്പിൽ ഒഴിഞ്ഞുകിടക്കുന്നു. PSC വഴി നിയമനം നൽകിയവരാണെങ്കിൽ കാസർഗോട്ടേക്ക് വരാറുമില്ല. ജില്ലയിൽ ഇപ്പോൾ ഡോക്ടർമാരുടെ അസിസ്റ്റന്റ് സർജൻ്റെ 50ഉം ബാക്കി പ്രൊമോഷൻ പോസ്റ്റ് കൺസൾട്ടൻ്റിൻ്റെ ഒരു 70-നടുത്ത് പോസ്റ്റുകൾ വേക്കൻ്റാണ്. ഉള്ള ഡോക്ടർമാർക്ക് വർക്ക് ലോഡ് കൂടുന്നു. പല ഡോക്ടർമാർക്കും ഒന്നിൽ കൂടുതൽ സ്ഥാപനങ്ങളുടെ ചാർജ് വഹിക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ PG എക്സാമിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതിൽ മിക്കവാറും ആൾക്കാർ അതിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. താൽക്കാലിക നിയമനം പോലും നടക്കാൻ പറ്റുന്നില്ല. 45ഓളം ആൾക്കാരെ പോസ്റ്റ് ചെയ്തിട്ടാണ് അറിഞ്ഞത്. പക്ഷേ പലരും വന്നിട്ട് PG ചെയ്യുന്നവർ വന്ന് അത് PG കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ലീവ് എടുത്ത് പോയിട്ടാണ് ഉള്ളത്. പിന്നെ കുറച്ച് പേര് ഇങ്ങോട്ട് വന്നിട്ടുമില്ല. അപ്പോൾ എന്താണോ അവർ വരാത്തതെന്നുള്ള കാരണം നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് ഈ സ്ഥിതിക്ക് കാരണം? എന്തുകൊണ്ടാണ് ഉദ്യോഗസ്ഥർ കാസർഗോട്ടേക്ക് വരാൻ മടിക്കുന്നത്? ഈ കാര്യങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ ഇനിയെങ്കിലും ഗൗരവത്തിൽ പരിശോധിക്കണം. പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകിയിട്ടാണെങ്കിലും ഇവിടെ ജോലിക്ക് ആളെ എത്തിക്കണം. ഇല്ലെങ്കിൽ കാസർഗോഡിന്റെ പിന്നോക്കാവസ്ഥക്ക് ഒരു കാലത്തും പരിഹാരമുണ്ടാവില്ല. അഭിലാഷ് പള്ളിക്കരക്കൊപ്പം അരുൺ പൂപ്പറമ്പ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. ഒരുപാട് കാര്യങ്ങളിൽ ഈ കാസർഗോഡ് ജില്ല അവഗണന നേരിടുന്നുണ്ട്. ആരോഗ്യ മേഖലയുടെ കാര്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് സർക്കാർ തന്നെ ഹൈക്കോടതിയിൽ സമ്മതിച്ചതാണ്. എൻഡോസൾഫാൻ ഇരകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജില്ലയിലെ ആരോഗ്യരംഗത്തെ അപര്യാപ്തതകളെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും സുപ്രീം കോടതിയിൽ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും പരിഹരിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്ത് ശ്രമങ്ങൾ ഉണ്ടാകുന്നില്ല എന്നാണ് കാസർഗോഡ് ആളുകൾ പറയുന്നത്. കാസർഗോഡിനുള്ള അവഗണന തുടരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. കേൾക്കാം, ജനങ്ങൾക്കും ചില കാര്യങ്ങൾ ഇക്കാര്യത്തിൽ പറയാനുണ്ട്. ഇപ്പോൾ ഡോക്ടറെ കാത്തിട്ട് ഞാനും നിൽക്കുന്നു. ഞാൻ വന്നിട്ട് 2 മണിക്കൂറോളമായി, ഡോക്ടറില്ല. ഇപ്പോൾ ഡോക്ടറെ നോക്കണമെങ്കിൽ ഇപ്പോൾ കാഷ്വാലിറ്റിയിലേക്ക് ഈ ഒരു പേപ്പർ കിട്ടണം. ഈ പേപ്പർ എടുത്തിട്ട് നമ്മൾ ആടുന്ന് ടോക്കൺ എടുത്തിട്ട് കിട്ടും. ഫീവർ പിടിച്ചിട്ട് ഛർദിയെല്ലാം വന്നിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഡോക്ടറില്ല, നമ്മൾ എങ്ങനെ ചെയ്യാം? ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്കൊരു ഹോസ്പിറ്റലുള്ളത് നമുക്ക് ആകെയുള്ളൊരു ഹോസ്പിറ്റലാണ്. പിന്നെ വലിയ വലിയ ഹോസ്പിറ്റൽ വേണ്ടി ചെയ്തെല്ലാം പോകണമെങ്കിൽ നമുക്ക് ക്യാഷ് വേണം. പിന്നെ സാധാരണക്കാർക്ക് ഉള്ളതാകെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഉച്ചയ്ക്ക് ശേഷം പനി ഇങ്ങനത്തെ എല്ലാം വന്നെങ്കിൽ എന്താ ചെയ്യുക? പ്രശ്നമുള്ള കാര്യമാണ്. പ്രതിസന്ധി തന്നെയാണ്. കുറേ കാലമായിട്ട് ഇതുപോലെ വന്നിട്ട് തിരിച്ചുപോയ അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ മെഡിക്കൽ കോളേജിൽ രാവിലെ കൊണ്ടുപോയി കാണിച്ച്, അവിടെ നിന്ന് ചീട്ട് വന്നിരുന്ന് ഇവിടെ ജനറലിൽ കൊണ്ടുപോയിട്ട് കാണിക്കുന്നു. ഇവിടെ ഡോക്ടർമാരില്ല. 1 മണിയാവും ഡോക്ടർമാരെല്ലാം പോയി. അവിടെ എത്ര ആൾ ക്യൂ നിന്നിട്ടുണ്ട്. അവിടെ ഒരു പോലീസ് ഒരു കേസ് കൊണ്ടുവരും. 1 മണിക്കൂർ 2 മണിക്കൂർ പോലീസുകാർ തന്നെ കേസ് നോക്കാനായി. മറ്റേ കസ്റ്റമർ മറ്റെല്ലാവരും പുറത്ത് നിന്നിട്ട് കാക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രേക്ഷകൻ ടെലിഫോൺ ലൈനിൽ വന്നു. ജോൺസൺ ആണ്. ജോൺസൺ, നമസ്കാരം, പറഞ്ഞോളൂ. സാറേ, ഇത് 2020-21 കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ജില്ലാ പഞ്ചായത്ത് ഒരു 10 ലക്ഷം രൂപ മുടക്കിയിട്ട്. നിങ്ങൾ എവിടെ നിന്നാ വിളിക്കുന്നത്? സാറേ, ഇടുക്കി ജില്ലയിൽ ഉപ്പുതറ പഞ്ചായത്ത്. ഉപ്പുതറ. ഓക്കെ, ഉപ്പുതറക്കാരൻ പറയൂ, ഞാൻ കേൾക്കാൻ റെഡി.
ആ സാറേ ഇത് 2020-21 കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ശ്രീയക്ക് തോമസ് 10 ലക്ഷം രൂപ അനുവദിച്ചിട്ട് 10 ലക്ഷം രൂപ അനുവദിച്ചിട്ട് താങ്കൾ പറഞ്ഞോളൂ. പൈപ്പ് ടാങ്കും എല്ലാം ഉണ്ട്, പൈപ്പ് എല്ലാം ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്നാ ഇന്ന് വരെ കുടിവെള്ളം ജനങ്ങൾക്കില്ല. പക്ഷെ എന്നാ ജനങ്ങൾക്ക് ആയിട്ടില്ല. മെമ്പർമാരെ വിളിച്ചു ചോദിക്കുമ്പോൾ താങ്കൾ ആരോടെങ്കിലും പരാതി പറഞ്ഞോ? ഇവിടെ വിളിക്കുന്നതിന് മുമ്പ് താങ്കൾ ആരോടെങ്കിലും പരാതി പറഞ്ഞോ? ജില്ലാ മെമ്പർക്ക് അറിയാം, പക്ഷെ എന്നാ പഞ്ചായത്ത് മെമ്പർക്ക് അറിയാം. എല്ലാരോടും ഈ വിവരം അറിയിച്ചതാണ്. എന്റെ പഞ്ചായത്തിൽ എല്ലാത്തിനും 2 വാർഡിലെ മെമ്പർമാരോട് ഈ പരാതി എല്ലാം പറഞ്ഞാണ്. എന്തായാലും നിങ്ങൾ ഉപ്പുതറക്കാരുടെ പരിപാടി പരാതി കൂടുതൽ ഗൗരവമായി അന്വേഷിക്കാൻ നമ്മുടെ ഇടുക്കി ലേഖകനുണ്ട്, നമ്മുടെ ഇടുക്കി പ്രതിനിധി രാഹുൽ വിജയനെ ഞാനിപ്പോൾ തന്നെ അത് ഏൽപ്പിക്കുക. ഓക്കെ, താങ്കളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അദ്ദേഹം കാര്യങ്ങൾ ചോദിക്കും. വിളിച്ചതിന് വളരെ നന്ദി. താങ്ക് യു ഫോർ കോളിംഗ്.